മാർക്കറ്റിൽ കുറച്ചു നാളായി തുടരുന്നവർക്കറിയാം, ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ പാടാണ് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ സൂക്ഷിക്കാൻ എന്നുള്ളത്. പലപ്പോഴും പ്രത്യേകിച്ച് തുടക്കക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, എന്നാൽ അതിൽ എത്ര റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സൗകര്യപൂർവ്വം മറക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ റിസ്ക് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമത്തെ കാര്യമാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അവിടെയാണ് നമുക്ക് ഈ പൊസിഷൻ സൈസിങ്ങിന്റെ ആവശ്യം വരുന്നത്. പലയിടത്തും കേട്ടിട്ടുണ്ടോ പൊസിഷൻ സൈസ് കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇതൊരു ഊഹാപോഹത്തിന്റെ പുറത്ത് വെക്കേണ്ട ഒരു സംഭവമല്ല. ഇത് നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ് പൊസിഷൻ സൈസ് എന്നാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. പൊസിഷൻ സൈസ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊസിഷന്റെ സൈസ്, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഷെയറിന്റെ എണ്ണം, നമ്മൾ എത്ര ഷെയർ ആണ് ഒരു ട്രേഡിൽ മേടിക്കുന്നത് എന്നാണ് പൊസിഷൻ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രധാനമായും 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായി പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് ഒരു ട്രേഡിൽ നഷ്ടപ്പെടുത്താം എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കുക. അതായത് ജനറലി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് മാക്സിമം 1% വരെയാണ് നമ്മൾക്ക് ഒരു ട്രേഡിൽ നഷ്ടപ്പെടുത്താവുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് ക്യാപിറ്റൽ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. 5000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ എങ്കിലും, 50000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ എങ്കിലും, 5 ലക്ഷം ആണെങ്കിലും എത്രയാണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് ഇതിന്റെ 1% നമുക്ക് ഒരു ട്രേഡിൽ റിസ്ക് വരുന്നത്. അതായത് 5000 ഉള്ള ഒരാൾക്ക് നമുക്ക് എടുക്കാവുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് 50 രൂപയാണ്. 50000 ഉള്ള ഒരാൾക്ക് ഒരു ട്രേഡിൽ എടുക്കേണ്ടത് 500 രൂപയാണ് റിസ്ക് എടുക്കേണ്ടത്. 5 ലക്ഷമുള്ള ഒരാൾക്ക് 5000 രൂപയാണ് റിസ്ക് എടുക്കാൻ പറ്റുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ 1% ചെയ്താൽ നിങ്ങൾ 10 ട്രേഡ് ചെയ്ത് ഒന്ന് കൂട്ടുക. 10 ട്രേഡ് ചെയ്ത് 10 ട്രേഡും ലോസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 10% മാത്രമേ നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് നഷ്ടമാകുള്ളൂ. അതൊരു വലിയ നഷ്ടമല്ല, കാരണം ബാക്കി 90% നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ 10 ട്രേഡ് എടുത്ത് 10ഉം ലോസിൽ വരിക എന്ന് പറയുന്നത് അത്ര നടക്കില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അത്ര കഷ്ടമായിട്ടുള്ള 10 ട്രേഡ് എടുത്താലേ അങ്ങനെ വരാറുള്ളൂ സ്വാഭാവികമായിട്ടും. പക്ഷെ ഇവിടെ മാക്സിമം മോശമായി സംഭവിക്കാവുന്ന ഒരു സാധ്യത പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ സംഭവിച്ചാൽ പോലും നമുക്ക് 10% മാത്രമേ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. 1%, ചിലർ 2% റിസ്ക് എടുക്കാറുണ്ട്. പക്ഷെ 2% എടുക്കുമ്പോൾ എന്താ കുഴപ്പം? നമ്മൾക്ക് 5 ട്രേഡ് ലോസ് വന്നാൽ തന്നെ നമ്മുടെ ക്യാപിറ്റലിന്റെ 10% തീരും, അല്ലെ? അപ്പോൾ അതുകൊണ്ട് 1% ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു രീതി. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം. അതാണ് ട്രേഡ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഓരോ ട്രേഡിൽ എടുക്കാൻ പറ്റുന്ന റിസ്ക് എത്രയാണെന്ന് നോക്കുക. അതായത് നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും, അല്ലെ? അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ നോക്കുക. അതായത് ഒരു ഉദാഹരണം വഴി പറഞ്ഞാൽ, നിങ്ങൾ 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് വാങ്ങുവാണെങ്കിൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ചിലപ്പം 98 രൂപയിലോ 97 രൂപയിലോ ആയിരിക്കാം. അപ്പോൾ ഇവിടെ വരുന്ന റിസ്ക് എന്ന് പറയുന്നത് 2 രൂപയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് 3 രൂപയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എത്ര രൂപയാണ് നമ്മൾക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മൂന്നാമത്തെ കാര്യം എളുപ്പമായി, അല്ലെങ്കിൽ നമുക്ക് എത്ര സ്റ്റോക്ക് മേടിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടുപിടിക്കുവാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. അതായത് പൊസിഷൻ സൈസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട അക്കൗണ്ട് റിസ്ക് ഭാഗം നമ്മുടെ ട്രേഡ് റിസ്ക്. അപ്പോൾ ഇതൊരു ഉദാഹരണം വഴി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ 50000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് റിസ്ക് എടുക്കാവുന്ന, ഒരു ട്രേഡിൽ എടുക്കാവുന്ന റിസ്ക് എത്രയാണ്? 1%, അല്ലെ? 1% എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 500 രൂപ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ എടുക്കാവുന്ന അക്കൗണ്ട് റിസ്ക് എന്ന് പറയുന്നത്, 500 രൂപയാണ്. ഇനി ട്രേഡ് റിസ്ക് എന്താണ്? നമ്മൾ ഒരു 100 രൂപയുടെ ഷെയർ ആണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 98-ലാണെങ്കിൽ ഇവിടുത്തെ റിസ്ക് എന്താണ്? ഒരു ഷെയറിന് 2 രൂപയാണ് നമുക്കിവിടെ റിസ്ക് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വെക്കേണ്ടത് 2 രൂപയാണ് നമ്മുടെ ട്രേഡ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ സൈസ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ എത്ര ഷെയർ മേടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളുടെ ട്രേഡിന്റെ ഈ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്ട് ചെയ്യാനുമായിട്ട് നമ്മൾ എത്ര എടുക്കണമെന്ന് എങ്ങനെ മനസ്സിലാവും? അതായത് ഈ 500/2, അപ്പോൾ നമുക്ക് കിട്ടും 250 ഷെയർ ആണ് നമുക്കിവിടെ മേടിക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ പൊസിഷൻ സൈസ്, അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ നമ്മൾ എടുക്കേണ്ട നമ്പർ ഓഫ് ഷെയർസ്, അല്ലെങ്കിൽ എത്ര ഷെയർ വാങ്ങണം എന്നുള്ളതാണ് ഈ പറയുന്നത്. 250 ഷെയർ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മാക്സിമം ലോസ് വന്നാലും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന്റെ 1% മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അത് മാത്രമല്ല, സ്റ്റോപ്പ് ലോസിൽ വന്ന് ഹിറ്റ് ചെയ്താൽ
ചെയ്താൽ തന്നെയും നമ്മളുടെ അക്കൗണ്ടിൽ നമുക്ക് 1% മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ അക്കൗണ്ടിന്റെ എത്ര ശതമാനമാണ് ഓരോ ട്രേഡിൽ നമുക്ക് ലോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് നോക്കുക. അതിനനുസരിച്ചാണ് ഒരു ഷെയർ അല്ലെങ്കിൽ എത്ര ഷെയർ നമ്മൾ മേടിക്കണം ആ ഒരു ട്രേഡിൽ നിന്ന് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് വേഗം തീരില്ല. കാരണം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ട്രേഡ് ലോസ് വന്നാൽ പോലും, അല്ലെങ്കിൽ 4-5 ട്രേഡ് ലോസ് വന്നാൽ പോലും നിങ്ങൾക്ക് 5% മാത്രമേ നഷ്ടം വരുള്ളൂ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ. അപ്പോൾ ഇതുപോലെ നമ്മളുടെ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആവാതെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോകാതെ നമുക്ക് മാർക്കറ്റിൽ തുടരാനും അങ്ങനെ അവിടെ നമുക്ക് പതിയെ ലാഭം ഉണ്ടാക്കി പോകാനും പറ്റും. അപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.